അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് പുകൾ കൊണ്ടൊരു രാജ്യത്തെ 142 MP-മാർ ഒന്നിച്ച് ഒരേ സമയം സസ്പെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യത്തെ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുണ്ട ദിനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മദീന സാധ്യമാക്കിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംവദിക്കുന്നത്. വിഷയത്തിന്റെ പ്രസക്തിയെ ഉണർത്തിയെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രവുമായി സംബന്ധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളാണത്. രാഷ്ട്ര രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളാണ് ഭൂപ്രദേശം, ജനങ്ങൾ, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയൊക്കെ. ഇവകളെല്ലാം ഏറ്റവും കൃത്യവും പൂർണ്ണവുമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട ഇസ്ലാമിക ഭരണത്തിന്റെ പ്രാരംഭഘട്ടമായിരുന്നു മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉൾക്കൊണ്ട ഒരു രാഷ്ട്രത്തിലേക്ക് മദീന നടന്നെത്തിയ 10 വർഷങ്ങളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സങ്കല്പങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തി ഏറ്റവും ആദ്യം നടത്തിയ ഉത്ബോധനത്തെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന സ്വഹാബി വര്യൻ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അഫ്ഷുസലാം, നിങ്ങൾ സമാധാനത്തിന്റെ പ്രചാരകരാവുക എന്നതായിരുന്നു പ്രഥമാധ്യാപനം. സമാധാനമില്ലാത്തിടത്ത് എങ്ങനെയാണ് വികസനം സാധ്യമാവുക? അത്വഇമുത്ത്ആം എന്നതായിരുന്നു രണ്ടാമത്തെ അധ്യാപനം. പോവർട്ടി ഇറാഡിക്കേഷൻ പദ്ധതികളുടെ പ്രാരംഭഘട്ടമായിരുന്നു അത്. അങ്ങനെ തുടരുന്നുണ്ട് അധ്യാപനങ്ങൾ. മസ്ജിദ് ഖുബായിലൂടെയും മസ്ജിദുൻ നബവിയിലൂടെയും ഒക്കെ ആസ്ഥാന മന്ദിരത്തിന്റെയും നഗരാസൂത്രണത്തിനുമൊക്കെ തുടക്കമിട്ടു. സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി സക്കാത്തും ജിസിയയും നടപ്പിലാക്കി. യാചകന്റെ കയ്യിലേക്ക് കോടാലി ഏൽപ്പിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ മധുരം പകർന്നു നൽകി. ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ വേളയിൽ, ഓ സുഹാബ, നിങ്ങൾ പോയി കല്ലുകൾ എടുത്തുകൊണ്ടുവരൂ എന്ന ആജ്ഞയിൽ നിന്നും മാറി, വരൂ സുഹാബ, നമുക്ക് ഒരുമിച്ച് കൊണ്ട് കല്ലുകൾ എടുക്കാമെന്ന ഉൾവിളിയിലൂടെ ആരായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ലീഡർ എന്നതിന്റെ ഏറ്റവും മനോഹരമായ പാഠങ്ങൾ അവിടെ പടർന്നു നൽകി. ക്രിസ്താബ്ദം 622കളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട മദീന ചാർട്ടർ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ എന്നല്ല മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ ലിഖിത ഭരണഘടനയായിരുന്നു മദീന ചാപ്റ്റർ. മദീനയിലെ 8ഓളം വരുന്ന ജൂത ഗോത്രങ്ങളും അതുപോലെ തന്നെ മദീനയിലെ അൻസ്വാറുകളും മക്കയിലെ മുഹാജിറുകളും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും എല്ലാവരും ഒന്നിച്ചടങ്ങി ഒരു നേഷൻ എന്ന അടിസ്ഥാനത്തിൽ അവരെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഫോർമുലയായിരുന്നു മദീന ചാർട്ടർ. മദീന എന്ന രാഷ്ട്രസങ്കല്പം രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഹുദൈഫത്തുൽ യമാനി എന്നവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ട ജനസംഖ്യാ കണക്കെടുപ്പോടുകൂടിയായിരുന്നു. പ്രസ്തുത കണക്കെടുപ്പിൽ മദീനയിലെ മൊത്തം ജനസംഖ്യ 10,000 ആണെന്നും അതിൽ 1500 മുസ്ലിംകളും 4000 വരുന്ന യഹൂദികളും ബാക്കി വരുന്ന 4000 മറ്റ് ബഹുദൈവ വിശ്വാസികളുമായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടു. അനന്തരം നഗരത്തിന്റെ 4 മൂലകളിൽ അതിർത്തികൾ സ്ഥാപിക്കുകയും ഇതാണ് മദീന എന്ന രാഷ്ട്രത്തിന്റെ അതിരുകളെന്ന് നിർണയിക്കപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു മദീന എന്ന രാഷ്ട്രത്തിന്റെ സംരക്ഷിത പ്രദേശം. ആധുനിക ജനാധിപത്യം കേവലം ജനാധിപത്യത്തെ ഒരു ഭരണക്രമമായി മാത്രമാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ആധുനിക ജനാധിപത്യത്തിലൂടെ നമ്മൾ കാണുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് അത് എണ്ണത്തിന്റെയോ ഭൂരിപക്ഷത്തിന്റെയോ ഒക്കെ കളിയാണ്. ഭൂരിപക്ഷം വിജയിച്ചാൽ ഏത് അനീതിയും നിയമപരമാകുന്ന ഒരു വ്യവസ്ഥ. യഥാർത്ഥത്തിൽ ലോകതലത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ആഘോഷിച്ചത് ഇത്തരം ഭൂരിപക്ഷത്തിന്റെ യുക്തിയായിരുന്നുവെങ്കിൽ മദീനയിലൂടെ ഇസ്ലാം മുന്നോട്ട് ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് അതൊരു ജീവിത ക്രമമായിരുന്നു. എല്ലാത്തരം ചിന്തകൾക്കും ഇടമുള്ള ഏറ്റവും ബഹുസ്വരമായ ജീവിത ഗുണങ്ങളായിരുന്നു അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഭരിക്കുന്നവർ ഉടമകളല്ല എന്നതുപോലെ തന്നെ ഭരണീയരാകുന്ന നമ്മൾ അടിമകളുമല്ല എന്നതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആണ്ടറുതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളോ ഘരാവകളോ ഇടിമുറികളോ ഒന്നുമല്ല രാഷ്ട്രീയമെന്നും നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും സ്വതക്കയാണ്, അതൊരു സൽപ്രവൃത്തിയാണ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആശയമാണ് മദീന മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്.
സമൂഹത്തിൽ നിരന്തരം ഇടപെടുകയും സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന നാനാതരം ചോദ്യങ്ങളോടും തീർത്തും സംവാദാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ജനാധിപത്യ ചിന്തയാണ് മദീന യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. നമ്മുടെ കാഴ്ചയുടെ ചക്രവാളത്തിൽ ഒരിക്കൽ പോലും പെടാനിടയില്ലാത്ത, ഏറ്റവും അവസാനത്തെ മനുഷ്യനെ കണ്ടുകൊണ്ട് ഭരണചക്രം തിരിക്കുമ്പോഴാണ് രാഷ്ട്രം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്തയാണ് മദീന മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്. സമൂഹത്തിൽ അവനവനിസവും ഇൻഡിവിജ്വലിസവും ഒക്കെ അത്രമേൽ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അപരന്റെ ശബ്ദമാവാൻ കെൽപ്പുള്ള വിശ്വാസികളാവുക എന്ന് പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയമാണ് മദീന മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്. മദീന ഇനിയും വായിക്കപ്പെടുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.